ഹൃദയപൂർവ്വം കഴിഞ്ഞ് ദൃശ്യം 3 സത്യനന്ദിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിന് ശേഷം മോഹൻലാൽ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നു. മലയാളികളെ ത്രില്ലർ സിനിമയുടെ പുതിയ അനുഭവതലത്തിലേക്ക് കൊണ്ടുപോയ ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഫെബ്രുവരി 20-നാണ് മോഹൻലാൽ നടത്തിയത്. മോഹൻലാലും ജിത്തു ജോസഫും ദൃശ്യം 3-ന് വേണ്ടി വീണ്ടും ഒരുമിക്കുന്നതിന്റെ ആവശ്യത്തിലാണ് ആരാധകർ. കൊച്ചിയിൽ ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷനിലാണ് മോഹൻലാൽ. ഓണം റിലീസായി ഒരുങ്ങുന്ന ഹൃദയപൂർവ്വത്തിന് പൂനെയിലും ചിത്രീകരണമുണ്ട്. മാളവിക മോഹനാണ് നായിക. ലാലു ലക്സ്, സംഗീത് പ്രതാപ് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. മഹേഷ് നാരായണന്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രവും മോഹൻലാലിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ചിത്രത്തിന്റെ കൊച്ചിയിലെയും ഹൈദരാബാദിലെയും ഷെഡ്യൂളിൽ മോഹൻലാൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് ദൃശ്യം 3-ലേക്ക് പ്രവേശിക്കും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം. ദൃശ്യം 3-ന് ശേഷം ജിതു മാധവൻ, അനൂപ് മേനോൻ എന്നിവരുടെ ചിത്രങ്ങളാണ് മോഹൻലാലിനെ കാത്തിരിക്കുന്നത്. ദൃശ്യം 3-ന് ശേഷം മിക്കവാറും അനൂപ് മേനോന്റെ ചിത്രമായിരിക്കും ആദ്യം ആരംഭിക്കുക. ഒക്ടോബറിലാണ് അനൂപ് മേനോന് മോഹൻലാൽ ഡേറ്റ് നൽകിയിട്ടുള്ളത്. ഗോകുലം ഫിലിംസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് മോഹൻലാൽ ജിതു മാധവൻ ചിത്രം നിർമ്മിക്കുന്നത്. ദൃശ്യം 3-ലേക്ക് പ്രവേശിക്കും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം. ദൃശ്യം 3-ന് ശേഷം ജിതു മാധവൻ, അനൂപ് മേനോൻ എന്നിവരുടെ ചിത്രങ്ങളാണ് മോഹൻലാലിനെ കാത്തിരിക്കുന്നത്. ദൃശ്യം 3-ന് ശേഷം മിക്കവാറും അനൂപ് മേനോന്റെ ചിത്രമായിരിക്കും ആദ്യം ആരംഭിക്കുക. ഒക്ടോബറിലാണ് അനൂപ് മേനോന് മോഹൻലാൽ ഡേറ്റ് നൽകിയിട്ടുള്ളത്. ഗോകുലം ഫിലിംസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് മോഹൻലാൽ ജിതു മാധവൻ ചിത്രം നിർമ്മിക്കുന്നത്.